വിശദമായ വാർത്തയിലേക്ക്. കോഴിക്കോട് പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ എംപിയെ മർദ്ദിച്ചതിന് 3 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് DGPക്ക് പരാതി. കോൺഗ്രസ് കോഴിക്കോട് ജില്ലാ നേതൃത്വമാണ് പരാതി നൽകിയത്. നടപടിയില്ലെങ്കിൽ കോഴിക്കോട് റൂറൽ എസ്പിയുടെ ഔദ്യോഗിക വസതി ഉപരോധിക്കുമെന്ന് കോൺഗ്രസ് അറിയിച്ചു. ബെൻസൺ ബാബു ചേരുകയാണ് കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. ബെൻസൺ, ഈ മർദ്ദനം മാത്രമല്ല, മർദ്ദിച്ചതിന് തെളിവുണ്ടോ എന്നൊക്കെ റൂറൽ എസ്പി ചോദിച്ചതുകൂടി വലിയ പ്രകോപനമാവുകയാണ്. എന്തൊക്കെയാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്? രുചീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ വടകര ഡിവൈഎസ്പി ഹരിപ്രസാദ്, പേരാമ്പ്ര ഡിവൈഎസ്പി സുനിൽകുമാർ, അതോടൊപ്പം തന്നെ ഷാഫിയെ ലാത്തികൊണ്ട് മർദ്ദിച്ച സിവിൽ പോലീസ് ഓഫീസർ എന്നീ 3 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ DGPക്ക് ജില്ലാ കോൺഗ്രസ് നേതൃത്വം പരാതി നൽകിയിരിക്കുന്നത്. ഈ ഒരു പരാതിയിൽ നടപടി സ്വീകരിക്കാത്ത പക്ഷം കോഴിക്കോട് റൂറൽ എസ്പിയുടെ ഔദ്യോഗിക വസതി ഉപരോധിക്കുമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് ജില്ലാ നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. അതായത് ഈ ഒരു സംഭവം ഉണ്ടായതിന് തൊട്ടടുത്ത നിമിഷത്തിൽ തന്നെ ഇത്തരത്തിൽ പോലീസിന്റെ ലാത്തി ചാർജിലല്ല ഷാഫി പറമ്പിൽ MPക്ക് പരിക്കേറ്റത് എന്നൊരു വാദം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി. റൂറൽ എസ്പി തന്നെയായിരുന്നു അക്കാര്യം മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ പിറ്റേ ദിവസം രാവിലെ തന്നെ അത് അത്തരത്തിലല്ല എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നു. അത് പോലീസിനെ വെട്ടിലാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് UDF നേതൃത്വം ആരോപിക്കുന്നത് ഈ ഷാഫി പറമ്പിൽ MP ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ, ഷാഫി പറമ്പിൽ MPയെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു മർദ്ദനത്തിന് പോലീസ് ഉദ്യോഗസ്ഥർ മുതിർന്നത് എന്ന കാര്യമാണ് UDF നേതൃത്വം ആരോപിക്കുന്നത്. ഇന്നലെ ഉൾപ്പെടെ പേരാമ്പ്രയിൽ നടന്ന UDFന്റെ പ്രതിഷേധ യോഗത്തിൽ ഉൾപ്പെടെ അവിടെ എത്തിയ KC വേണുഗോപാൽ അടക്കമുള്ള മുതിർന്ന നേതാക്കളും ഇക്കാര്യങ്ങൾ തന്നെയായിരുന്നു ജനങ്ങളോട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്. അതായത് MPയെ അറിഞ്ഞുകൊണ്ട് തന്നെ മർദ്ദനത്തിന് ഇരയാക്കി എന്ന കാര്യം തന്നെയാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു ആരോപണമാണ് നിലവിൽ ഉന്നയിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടുള്ള നടപടി മേൽ സൂചിപ്പിച്ച 3 ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടായില്ലെങ്കിൽ തുടർ പ്രതിഷേധങ്ങൾ അത് സമരങ്ങൾ മറ്റു മാർഗങ്ങളിലേക്ക് കടക്കുമെന്ന് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ നേതൃത്വം അറിയിക്കുന്നുണ്ടായിരുന്നു. അതായത് സംസ്ഥാന സർക്കാരിനെതിരെ ഉയർന്നു വരുന്ന വിവിധങ്ങളായിട്ടുള്ള ആരോപണങ്ങളും പരാതികളും അതിൽ നിന്നുമെല്ലാം ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി പോലീസിനെ ഉപയോഗിച്ച് ഇത്തരത്തിൽ പ്രതിപക്ഷത്തെ അടിച്ചമർത്തുന്ന ഒരു നിലയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്ന ആരോപണം തന്നെയാണ് UDF ഉന്നയിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഷാഫി പറമ്പിൽ MPക്ക് മുൻകൂട്ടി കരുതി നിശ്ചയിച്ച പ്രകാരം ഇത്തരത്തിൽ മർദ്ദനമേറ്റതും എന്നുമാണ് UDF നേതൃത്വവും കോൺഗ്രസും ആരോപിക്കുന്നത്. നിലവിൽ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലും, അതായത് MPക്ക് മർദ്ദനമേറ്റതിന്റെ തൊട്ടടുത്ത സമയത്ത് തന്നെ ഏത് തരത്തിൽ ഇതിനെ നിയമപരമായി നേരിടാമെന്ന കാര്യത്തിൽ ഒരു ചർച്ച നടന്നിരുന്നു. അത് ആർക്കൊക്കെ എതിരെ ഏത് നിലയിൽ പരാതി നൽകണമെന്ന കാര്യത്തിലെല്ലാം ചർച്ച നടന്നിരുന്നു. അപ്പോൾ അതിനൊരു തീരുമാനമായിരിക്കുകയാണ് നിലവിൽ. ഇപ്പോൾ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ വടകര പേരാമ്പ്ര DYSPമാർക്കെതിരെ നടപടി സ്വീകരിക്കണം. അതോടൊപ്പം തന്നെ ഈ ലാത്തി കൊണ്ട് മർദ്ദിച്ച സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരെതിരെയും നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അല്ലാത്ത പക്ഷം തുടർ സമരങ്ങളിലേക്ക് പോകും എന്നും അറിയിച്ചിട്ടുണ്ട്. ഇപ്പോഴും പലയിടങ്ങളിലും പ്രാദേശികമായി തന്നെ ഇക്കാര്യത്തിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് UDFും കോൺഗ്രസ് നേതൃത്വവും. അങ്ങനെ വലിയ രീതിയിൽ ഷാഫി പറമ്പിൽ MPക്ക് ഏറ്റ ഈ ഒരു മർദ്ദനത്തെ വലിയ രീതിയിൽ വൈകാരികമായി തന്നെ ഈ പ്രവർത്തകർ അതിനെ ഏറ്റെടുക്കുന്നു. അത് ഇന്നലെ നമ്മൾ ഒരു പ്രതിഷേധ യോഗത്തിൽ, പേരാമ്പ്രയിൽ നടന്ന പ്രതിഷേധ യോഗത്തിൽ ഉൾപ്പെടെ അത് കണ്ടതാണ്. അതായത് അവിടെ സുരക്ഷ ഒരുക്കാൻ എത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ കൂക്കി വിളിച്ച് ഓടിക്കുന്ന ഒരു നിലയിലേക്ക് പ്രവർത്തകർ മാറുന്നുണ്ടായിരുന്നു. പോലീസ് ഗോ ബാക്ക് മുദ്രാവാക്യം വിളികളായിരുന്നു പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അങ്ങനെ വലിയ രീതിയിൽ പോലീസിനെതിരെ ഈ പ്രവർത്തകർ തിരിയുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെ അവിടെ കണ്ടു. അപ്പോൾ കൃത്യമായിട്ടുള്ള നിയമ നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടതുണ്ട്. DGPക്ക് ഇവർ പരാതി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പാർലമെന്റ് കമ്മിറ്റിക്കും ഇക്കാര്യത്തിൽ ഒരു പരാതി നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് ഷാഫി പറമ്പിൽ MP ഉള്ളത്. നിലവിൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഒരു 5 ദിവസത്തെ വിശ്രമമാണ് ഷാഫി പറമ്പിൽ MPക്ക് ചികിത്സ നൽകുന്ന ആശുപത്രിയിൽ നിന്ന് നിർദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ഭാഗമായി ആശുപത്രിയിൽ തന്നെ അദ്ദേഹം തുടരുകയാണ്. അവിടെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ഓരോ ദിവസങ്ങളിലുമായി അവിടെ എത്തി അദ്ദേഹത്തെ സന്ദർശിക്കുന്നുണ്ട്. സന്ദർശിക്കാൻ എത്തുന്ന നേതാക്കൾ എല്ലാവരും തന്നെ ഇക്കാര്യമാണ് പറയുന്നത്. പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് മനഃപൂർവ്വമായിട്ടുള്ള ഒരു നരനായാട്ട് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ എത്തിയ മറ്റ് പ്രവർത്തകരെ ആക്രമിച്ചു. ഈ പ്രവർത്തകർ തമ്മിൽ, അതായത് LDF UDF സംഘർഷം ഉണ്ടാകുന്നു. ഈ സംഘർഷം അനുനയിപ്പിക്കാൻ വേണ്ടിയാണ് ഷാഫി പറമ്പിൽ MPയും അതോടൊപ്പം തന്നെ DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ അവിടേക്ക് എത്തുന്നത്. അത്തരത്തിൽ ഈ ഒരു സംയമനത്തിന് ശ്രമിക്കുന്നതിനിടയിലാണ് അകാരണമായി പോലീസ് മർദ്ദിക്കുന്നത് എന്ന കാര്യമാണ് ഇവർ ആരോപിക്കുന്നത്. അതുതന്നെയായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിലും ഇപ്പോഴും UDFന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വം ആരോപിക്കുന്നത്. അപ്പോൾ ഈ മർദ്ദനത്തിന് നേതൃത്വം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടി വേണമെന്ന് ആവശ്യപ്പെടുന്നു. അത് നിയമപരമായി തന്നെ അതിനെ നേരിടുന്നു. അതോടൊപ്പം തന്നെ ഇതിന്റെ രാഷ്ട്രീയ വശത്തെയും ആ നിലയിൽ തന്നെ നേരിടുകയാണ് നിലവിൽ കോൺഗ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പരാതിയിൽ കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടായില്ലെങ്കിൽ പോലീസ് റൂറൽ എസ്പിയുടെ ഔദ്യോഗിക വസതി തന്നെ ഉപരോധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നാണ് നിലവിൽ ജില്ലാ കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. ശരി ബെൻസൺ, വലിയ പ്രതിഷേധത്തിലേക്ക് പോകുന്നതിനൊപ്പം നിയമ നടപടിയിലേക്ക് കൂടി കോൺഗ്രസ് പോവുകയാണ്.